ദൈവം ഇന്ന് ഒരാളെ നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ആ നിങ്ങളാരാണ്? അവൻ ഒരു സാക്ഷ്യം പറഞ്ഞ് ഞാനതിന് ഉത്തരം തരുവാനായിട്ട് ശ്രമിക്കാം. ഒരു സഹോദരി ഫാമിലി കോടതിയിൽ കേസ് നടക്കുന്നു, പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ആ കേസിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രശ്നം ഇതാണ്: തൻ്റെ ഭർത്താവിൻ്റെ വസ്തുവിൽ തനിക്ക് തൻ്റെ വീട്ടുകാർ നൽകിയ സ്ത്രീധനം, ആ വസ്തു വിറ്റു, തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റു, തൻ്റെ സഹോദരങ്ങൾ കൊടുത്ത നന്മകളൊക്കെ ചേർത്ത് വീട് വയ്ക്കുന്നു. വസ്തു സഹോദരൻ്റെ പേരിലാണ്. പിന്നത്തേതിൽ ഇവർ ഡിവോഴ്സിലേക്ക് പോകുന്നു. ഈ സഹോദരി വെറും കൈയോടെ ഇറക്കി വിടുവാനായിട്ട് ആ സഹോദരൻ ശ്രമിക്കുന്നു. വക്കീലിനെ അതിനായി കാണുന്നു. അപ്പോൾ ആ സഹോദരൻ്റെ ആർഗ്യുമെൻ്റ് എല്ലാം വിജയിക്കുകയാണ്. കാരണം ഈ സഹോദരിയുടെ വസ്തു വിറ്റതിനോ ആ സഹോദരിയുടെ സ്വർണം വിറ്റതിനോ തൻ്റെ സഹോദരങ്ങൾ കൊടുത്തതിനോ ഒന്നിനും തെളിവില്ല. അങ്ങനെ ഈ സഹോദരി വല്ലാത്തൊരവസ്ഥയിലായി, ഭയങ്കരമായ നിരാശയിൽ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറയുന്നു. ഞങ്ങളിങ്ങനെ തുടർമാനമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മാനുഷ്യമായിട്ട് ചിന്തിച്ചാൽ ഒരു സാധ്യതയില്ല. കോടതിക്ക് ഇവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാവും, അവരെ കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ഈ അവസ്ഥ കണ്ടിട്ട് കാര്യമില്ലല്ലോ, തെളിവ് വേണ്ടേ? കോടതിക്ക് തെളിവല്ലേ ആവശ്യം, അല്ലേ? അത് അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, തെളിവ് വേണം. അതൊന്നും ഇല്ല, പെട്ട് നിൽക്കുക. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു പ്രശ്നത്തിൻ്റെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് കുറേ കേസുകളുണ്ട് ഇതിനകത്ത് കേട്ടോ. ഉപദ്രവത്തിൻ്റെ കേസ്, ഇവരെ ഉപദ്രവിച്ചു, കഠിനമായിട്ട് ഉപദ്രവിച്ചു ഒരു ഹോസ്പിറ്റലിൽ, അതിൻ്റെ കേസ്, ഇവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള കേസ്, ഈ ഡിവോഴ്സിൻ്റെ, ഇങ്ങനെ കുറേ കേസുകൾ നടക്കുകയാണ്. കുറേ കേസുകൾ അതിനകത്തുണ്ട്. അതിന് ഇടയ്ക്ക് മൂത്ത മകൻ അമ്മയ്ക്കെതിരെ കൊടുത്തൊരു കേസ്, അങ്ങനെ കുറേ കേസുകൾ പറഞ്ഞാൽ അത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. അങ്ങനത്തെ കേസുകൾ നടക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിയുടെ ഭാഗം കുറച്ചുകൂടെ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ഈ അടിയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ട് പുള്ളിയുടെ ഒരു സഹോദരിയെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നു. അന്ന് രാവിലെ സഹോദരി ചങ്ക് പൊട്ടി കരയുന്നുണ്ട്, പാസ്റ്റർ എനിക്ക് വേണ്ടി ആരുമില്ല. ഇതാ പുള്ളിക്കാരൻ്റെ സഹോദരിയും കൊണ്ടുവന്ന് സാക്ഷി പറയിക്കുവാൻ പോകുന്നു. എനിക്കറിയത്തില്ല ഇനി പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടോ. ഞാൻ പറഞ്ഞു, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ഒന്നും അവസാനിച്ചിട്ടില്ല, ദൈവം പ്രവർത്തിക്കും, ഇതൊരു നീതിയായിട്ട് കർത്താവ് മാറ്റും. ഞാൻ ആ സമയത്ത് യോന പ്രവാചകൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ വായിച്ചു നിർത്തിയിട്ട് ഈ സഹോദരിയോട് സംസാരിക്കുന്ന ഭാഗം ഇതായിരുന്നു: ഈ വാക്യവും ആ വാക്യ പശ്ചാത്തലവും നിങ്ങൾക്കുള്ള ദൂതല്ല, ഈ വാക്യത്തിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്കുള്ള ആലോചന. യോന പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം: യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. എന്തിനാ? യോന മുങ്ങി ചാവാതിരിക്കുവാൻ, യോന നശിച്ചു പോകാതിരിക്കുവാൻ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി. മഹാമത്സ്യം. ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: പുള്ളിക്കാരൻ വീണ്ടും ഭേദമാണ്. പുള്ളിക്കാരൻ്റെ സഹോദരിയുമായിട്ട് നോക്കുമ്പോൾ ആ പുള്ളിക്കാരിയാണ് ഈ പുള്ളിക്കാരിക്കെതിരെ തെളിവ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഗംഭീരമാകും. അങ്ങനെ പുള്ളിക്കാരി കോടതിയിൽ കയറുന്നു. വക്കീൽ പറയുന്നതിന് മുമ്പ് എന്നെ സംസാരിച്ച് തുടങ്ങുന്നു. ആവേശത്തിൽ അങ്ങ് സംസാരിച്ചു പോയതിൻ്റെ കൂട്ടത്ത് ഈ പുള്ളിക്കാരി തന്നെ അറിയാതെ ഇവരുടെ വസ്തു വിറ്റ കാര്യവും, ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ കാര്യവും, ഇവരുടെ സഹോദരന്മാർ പൈസ കൊടുത്ത കാര്യങ്ങളും എല്ലാം അങ്ങ് പറഞ്ഞുപോയി. അപ്പോൾ അതൊരു ഒഴുക്കിന് അവരങ്ങ് പറഞ്ഞുപോയി. പക്ഷെ കോടതിക്കകത്താണ്, അവർക്ക് തെളിവ് അത് മതിയായിരുന്നു. ആ ഒരാളെ ദൈവം അവർക്ക് വേണ്ടി കൽപ്പിച്ചാക്കി. മഹാഭയങ്കരിയാണ്, പക്ഷേ അവർക്ക് വേണ്ടി കൽപ്പിച്ചാക്കി. അതുകൊണ്ട് അവർക്ക് ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ ആയിരിക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലരെ അവിടെ കൽപ്പിച്ചാക്കുവാൻ പോകുന്നു. ആ ജോലി സ്ഥലത്ത് സഹോദര കിട്ടൂല, പാസ്റ്ററേ കിട്ടൂല,
ഇനി നീട്ടി കിട്ടത്തില്ല, അവിടെ തുടരാൻ പറ്റത്തില്ല, ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിനക്ക് വേണ്ടി ദൈവം അവിടെ ചിലരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അവരെഴുന്നേൽക്കും, അവർ സംസാരിക്കും. സ്തോത്രം. അവരെ ഒരുപക്ഷെ ഇന്നലകളിൽ നിനക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ ഇന്ന് അവർ നിനക്ക് അനുകൂലമാണ്. സഹോദരി, നിനക്ക് വേണ്ടി കോടതിക്കകത്ത് ചിലർ സംസാരിക്കും. ഇന്നലെ വരെ അനുകൂലമല്ലാത്ത ചിലർ നിനക്ക് വേണ്ടി അനുകൂലമായിട്ട് സംസാരിക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ആരുമില്ല പാസ്റ്റർ, എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല, എൻ്റെ ഭാഗം കേൾക്കുവാനോ പറയുവാനോ. നോ, ദൈവം കൽപ്പിച്ചാക്കിയ ചിലർ. ആമേൻ. അതിനകത്താർക്കും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച സ്ഥാനത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലരെ കൊണ്ടുവന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യിപ്പിക്കുവാൻ പോകുകയാണ്. ഒന്ന് നോക്കിയേ, ദൈവം എത്ര വലിയവനാമേൻ. സ്തോത്രം. ആ മഹാമത്സ്യം വിഴുങ്ങിയാൽ ചത്തുപോകുന്നതാണ്. പക്ഷെ ആ മഹാമത്സ്യത്തെ തന്നെ ദൈവം യോന നശിച്ചു പോകാതിരിക്കുവാൻ. ഇതൊരു പ്രശ്നമാണ്. എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലർ നിൽക്കുന്ന ഒരു വലിയ പ്രശ്നത്തിലാണ്. പക്ഷേ നിങ്ങളുടെ ആ പ്രശ്നത്തെ തന്നെ ദൈവം നിങ്ങൾക്ക് ഗുണകരമാക്കി, ദൈവം നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് അനുഗ്രഹമാക്കി മാറ്റുവാൻ പോകും. നിന്ന് സ്തോത്രം. ഞാൻ പറയും, അത് ദൈവം കൽപ്പിച്ചാക്കിയൊരു കാര്യമാണ്. ആമേൻ. അതൊരു വ്യക്തിയാകാം, ഒരു സന്ദർഭമാകാം. ചിലപ്പോൾ നിങ്ങളതൊരു പ്രശ്നമെന്ന് പറയും, ഇങ്ങനെ ഒരവസ്ഥ എന്ന് പറയും. പക്ഷേ അത് ദൈവം കൽപ്പിച്ചാക്കിയതാണ്. മനസ്സിലായോ? മക്കളുടെ ജീവിതത്തിൽ ആ സംഭവിച്ചത് സിസ്റ്ററെ, അത് ദൈവത്തിൻ്റെ കൽപ്പനയിലുളവായതാണ്. പ്രശ്നമാണ്, പക്ഷേ അതൊരു ദൈവപ്രവൃത്തിക്ക് കാരണമായി മാറുവാൻ പോകുന്നു. ആമേൻ. അവിടെ ദൈവം നിൻ്റെ തലമുറകൾക്ക് വേണ്ടി ചിലരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അവർ ലജ്ജിക്കപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശുശ്രൂഷക, നിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ചിലരെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ. അവരുടെ മുമ്പിൽ നീ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ, നീ കടം കയറി ആത്മഹത്യ ചെയ്യാതിരിക്കുവാൻ ദൈവം ചിലരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അവരുടെ കണ്ണുകളിലെ തീഷ്ണതയ്ക്ക് മുൻപിൽ, പകയ്ക്ക് മുമ്പിൽ നീ പതറിപ്പോകാതിരിക്കുവാൻ, നിൻ്റെ ജീവിതം ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ, നിൻ്റെ ഭർത്താവ് നിൻ്റേതല്ലാതായി തീരാതിരിക്കുവാൻ എൻ്റെ ദൈവം അവിടെ ചിലരെ നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആമേൻ. ആ ബാങ്കിനകത്ത് ജപ്തിയായി പോകാതിരിക്കുവാൻ എൻ്റെ ദൈവം ചിലരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആമേൻ. റെഡിയാണോ? ചിലരെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആ ദൈവപ്രവൃത്തി നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുവാൻ പോവുക. പ്രൈസർ ഫാമിലിക്കൊപ്പം എങ്ങനെയെന്നോ? ഉപവാസത്തിലൂടെ. സ്തോത്രം. നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ പറ്റും. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം, കോൺടാക്ട് ചെയ്തോ. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും രാവിലെ നമ്മൾ ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന വചന പരമ്പരയുമായിട്ട് ഒരുമിച്ചായിരിക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകളിൽ, ചാനലുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് ജോയിൻ ചെയ്തു. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച സഭാരാധന രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്ന് നോക്കും. ബ്ലെസ്സിങ് ആയിരിക്കും. ഞങ്ങൾ ഉറപ്പ് തരാം, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ അടുത്തൊരു നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള നിങ്ങളുടെ യാത്ര സഹായകമാകും. ലൈവും ഉണ്ട്. എന്നാൽ കണ്ണടച്ചോ. യേശുവേ, ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി സ്വർഗം ചിലരെ കൽപ്പിച്ചാക്കിയിരിക്കുന്ന കൃപയ്ക്കായി ഇവർ തകർന്നു പോകാതിരിക്കുവാൻ, ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ, ഈ ഭയപ്പെടുത്തുന്ന അവസ്ഥയിൽ ഇവർ നശിച്ചു പോകാതിരിക്കുവാൻ സ്വർഗം ഇവർക്ക് വേണ്ടി ചിലരെ കൽപ്പിച്ചാക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്വർഗം അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. ഇവരിന്നായിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇവരുടെ മേൽ ചലിക്കട്ടെ. സ്തോത്രം. കുടുംബ കോടതികളിൽ പല പല കേസ് സംബന്ധമായി അലയുന്നവർ, ഇവർക്ക് വേണ്ടി തെളിവ് കൊടുക്കുവാനും സാക്ഷി പറയുവാനും ആരുമില്ലാതിരിക്കുന്ന അവസ്ഥ മാറട്ടെ. ഇവർക്ക് വേണ്ടി ദൈവം ചിലരെ കൽപ്പിച്ചാക്കണമേ. ആ ജോലി സ്ഥലത്ത് ഇവർക്ക് വേണ്ടി ദൈവം ചിലരെ കൽപ്പിച്ചാക്കണമേ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകൾ തടയപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്വർഗം അങ്ങ് ഇടപെടണമേ. തൊഴിൽ സംബന്ധമായുള്ള യാത്രകൾക്ക് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ. വിദേശ രാജ്യങ്ങളിലേക്കുള്ള വഴികൾ തുറക്കപ്പെടട്ടെ. വാക്തത്വ നിവർത്തി വെളിപ്പെടുത്തേ. IELTS, പ്രോമെട്രിക്, MOH എക്സാമുകൾ എഴുതിയായിരിക്കുന്ന നല്ല റിസൾട്ടുകൾ നൽകണമേ. PRകൾ ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വിസിറ്റിംഗ് വിസകളിൽ പോയി നിരാശയോടെ ആയിരിക്കുന്നവർ സ്വർഗം വഴി തുറക്കണമേ. എല്ലാ ബാധ്യതകളും തീരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ.
മരണകരമായ ചില രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. അപ്പോൾ നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.